ഡോക്ടർ അബ്ദുൽ ജലീൽ, അലിഗഡിലെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ഉൾപ്പെടെ അതിൻ്റെ കോർട്ട്, എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉൾപ്പെടെ ഉള്ളവർക്ക് ഇത്തരം ഓഫ് ക്യാമ്പസുകളോട് ഒരു താല്പര്യമില്ലായ്മ ഉണ്ടെന്ന് താങ്കൾ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഓഫ് ക്യാമ്പസുകൾ തുടങ്ങുന്നതിന് താല്പര്യമില്ലാത്തത്? കാരണം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആക്ടിൽ ഭേദഗതി വരുത്തിയാണ് ഇത്തരം ഓഫ് ക്യാമ്പസുകൾ മുർഷിദാബാദിലും മലപ്പുറത്തും കൊണ്ടുവരുന്നതിന് പി കെ അബ്ദുൽ അസീസ് ഉൾപ്പെടെയുള്ളവർക്ക് സാധിച്ചത്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്തും ഒരു വിഭാഗം ആളുകൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അവരുടെ മാത്രമായിട്ട് ഒതുങ്ങി പോകണമെന്ന് മാത്രം ആഗ്രഹിച്ച ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു. അവർക്ക് ഇന്ന് മുൻതൂക്കം കിട്ടിയിട്ടുണ്ട് കോർട്ടിലൊക്കെ. അപ്പോൾ ആ കോർട്ടിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്ത് അവിടെ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു അത്രേ. കാരണം ഈ റഹ്മാൻ ഖാൻ ഇപ്പോൾ മൈനോറിറ്റി മിനിസ്റ്ററാണ്. അപ്പോൾ ഇന്ത്യയിൽ മൈനോറിറ്റീസ് യൂണിവേഴ്സിറ്റീസ് ആരംഭിക്കണമെന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം സെൻറ്ററിനെയും ആ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാക്കണം, മൈനോറിറ്റി യൂണിവേഴ്സിറ്റീസിൻ്റെ ഭാഗമാക്കണമെന്ന് ഒരു ചർച്ച കോർട്ടിലുണ്ടായതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് പറയാനുള്ളത്, അന്ന് ഞങ്ങൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഇവിടെ ആരംഭിക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ന്യൂനപക്ഷ സ്വഭാവം തന്നെ സുപ്രീം കോർട്ടിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത്തരമൊരവസ്ഥയിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു ന്യൂനപക്ഷ യൂണിവേഴ്സിറ്റി ആരംഭിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അതുകൊണ്ടാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇത്തരം സെൻറ്റേഴ്സ് ഉണ്ടാക്കുകയും ഒരു 10 വർഷം കഴിയുമ്പോൾ അത് ഒരു പൂർണ്ണമായിട്ടൊരു യൂണിവേഴ്സിറ്റിയുടെ രൂപം അതിന് ഉണ്ടാക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വിഷൻ. ആ വിഷൻ അനുസരിച്ച് ഏതാണ്ട് 1917-18 കാലഘട്ടത്തിലാവുമ്പോഴേക്കും ഏകദേശം 11,000 കുട്ടികളും അതുപോലെ തന്നെ 800 അധ്യാപകരും 800 അനധ്യാപകരുമുള്ള ഒരു വലിയ ക്യാമ്പസാക്കി മാറ്റണമെന്നും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ 13 ഫാക്കൽറ്റികൾ ഉൾക്കൊള്ളുന്ന കോഴ്സുകളൊക്കെ തന്നെ ഇവിടെ ആരംഭിക്കണമെന്നും മെഡിക്കൽ കോളേജ്, യുനാനി മെഡിക്കൽ കോളേജ്, വിമൻസ് കോളേജ്, വിമൻസ് പോളിടെക്നിക് തുടങ്ങിയ സ്ഥാപനങ്ങൾ ആരംഭിക്കണമെന്നുള്ളതൊക്കെയായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ലക്ഷ്യം. ആ ലക്ഷ്യം സ്ഥാപിക്കാനായിട്ട്, ആ ലക്ഷ്യം നേടുന്നതിനായിട്ട് ഇന്ന് വേണ്ടത്ര സപ്പോർട്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഭരണാധികാരികളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത്. അബ്ദുൽ ജലീൽ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഒരു യൂണിവേഴ്സിറ്റിയുടെ ന്യൂനപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നതുകൊണ്ട് അതിന് ഓഫ് ക്യാമ്പസുകൾ തുടങ്ങുന്നതിന് തടസ്സമാകുന്നത് എന്താണ്? അല്ല, നഷ്ടമാകുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അത് യൂണിവേഴ്സിറ്റിയുടെ ന്യൂനപക്ഷ സ്വഭാവത്തെപ്പറ്റി സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇന്നത്തെ നിലയ്ക്ക് ഇന്ത്യ ഗവൺമെൻറ്റിന് ന്യൂനപക്ഷ യൂണിവേഴ്സിറ്റികൾ തുടങ്ങാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇതുപോലെയുള്ള സെൻറ്ററുകൾ ആരംഭിക്കുകയും പിന്നീട് അത് യൂണിവേഴ്സിറ്റിയാക്കി വികസിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു സ്വപ്നം. റൈറ്റ്, ഡോക്ടർ അബ്ദുൽ ജലീൽ. തിരിച്ചു വരാം ശശികുമാറിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ ശശികുമാർ, ഇവിടെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇഫ്ലു ക്യാമ്പസിനെ സംബന്ധിച്ചാണ് അഭിലാഷ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അത് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസിൻ്റെ കാര്യത്തിലും അത് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ എടുക്കേണ്ട നിലപാട്. രാഷ്ട്രീയ ഭിന്നതയ്ക്ക് അപ്പുറത്ത് ഇത് നേടിയെടുക്കണം എന്ന ഒരു വാശിയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു സമയമല്ലേ? അതിന് മറ്റഭിപ്രായ ഭിന്നതകൾ മാറ്റിവെക്കപ്പെടേണ്ടതുമല്ലേ? എന്തഭിപ്രായ ഭിന്നത ഇതിലുള്ളത്? ഇതിൽ ചെയ്യേണ്ടത് ഗവൺമെൻറ്റും മിനിസ്റ്റേഴ്സും ഇടപെട്ട് ഫോളോ അപ്പ് ചെയ്യാണ്. ആ കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി പ്രകടിപ്പിക്കുന്നതിന് പകരം സ്വന്തം വീഴ്ചകൾ മറച്ചു വയ്ക്കാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ മതിയോ? ഇതിൽ MHRDയുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ മന്ത്രിമാർ, അവിടെ ഉദ്യോഗസ്ഥന്മാരാണ് കളിക്കുന്നതെങ്കിൽ 6-7 മന്ത്രിമാരില്ല ഇവിടെ. അവർക്ക് ഇടപെടാൻ കഴിയില്ലേ? അതിനു വേണ്ടി ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടോ? പ്രതിപക്ഷം എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാത്ത പ്രശ്നമുണ്ടോ? ആരുടെ രാഷ്ട്രീയം എന്നാണ് പറയുന്നത്? ഇത് തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരെയായി. ഈ വിഷയം ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരും. അപ്പോൾ അതിന് ഉത്തരവാദി ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് കൈകഴുകാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ സമ്പൂർണ്ണമായ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പരാജയമാണ് ഈ വിഷയത്തിലേക്ക്, ഈ സ്ഥാപനങ്ങളുടെ തകർച്ചയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ ഒരു വലിയ നഷ്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സാദിഖ് അലി, ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന ഒരു ആരോപണം മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉന്നയിച്ചിരുന്നു. അത് കെ എം മാണിക്കെതിരായ ഒരു പ്രസ്താവന കൂടിയായിരുന്നു. ഈ അർത്ഥത്തിൽ
അലിഗഡ് സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസിന് ഫണ്ട് അനുവദിക്കുന്നതിൽ ധനകാര്യ വകുപ്പിൽ നിന്നുള്ള തടസ്സമല്ലേ ഈ മിനിറ്റ്സുകൾ പോലും പുറത്തു വരാത്ത സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്? അല്ലല്ലോ, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണല്ലോ. സച്ചാർ സമിതി റിപ്പോർട്ട് അനുസരിച്ചുള്ള കേന്ദ്രത്തിൻ്റെ സഹായമുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ സഹായമുണ്ട്, മറ്റ് സഹായങ്ങളുമുണ്ട്. അതിലൊരു പങ്കാണ് സംസ്ഥാന ഗവൺമെൻറ് നിർവഹിക്കേണ്ടത്. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യം, യൂത്ത് ലീഗ് ഒരിക്കലും ഉദ്യോഗസ്ഥന്മാരെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടില്ല. അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്. കേരളത്തിലെ പല പദ്ധതികളെയും അട്ടിമറിക്കാൻ ഒരു നോർത്ത് ഇന്ത്യൻ ലോബി ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഞാൻ കൃത്യമായി പറഞ്ഞു, MHRDയുടെ കൺകറൻസ് ആണ്. MHRDയുടെ മാനവ വിഭവശേഷി വകുപ്പിൻ്റെ സഹമന്ത്രിയാണ് ശ്രീ ശശി തരൂർ. അദ്ദേഹം വിചാരിച്ചാൽ, അദ്ദേഹം മുൻകൈ എടുത്താൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. അത് തന്നെയാണ് കൃത്യമായി ഞങ്ങൾ പറയുന്നത്. ശ്രീ PM സാദിഖലി, അവിടെ തന്നെയാണ് പ്രധാന ചോദ്യവും. കാരണം കേരളം ഭരിക്കുന്ന UDF സർക്കാരാണ്, നയിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, കേന്ദ്രത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ പാർട്ടിയുടെ പ്രതിനിധിയാണ് ശശി തരൂർ. അദ്ദേഹം മത്സരിച്ച് ജയിച്ചത് തിരുവനന്തപുരത്തു നിന്നാണ്. എന്തുകൊണ്ടാണ് ഇഫ്ലുവിൻ്റെ കാര്യത്തിൽ ഒരു സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കാത്തത്, അല്ലെങ്കിൽ UDFന് സാധിക്കാത്തത്? അവിടെയാണ് ചോദ്യം വരുന്നത്. വളരെ വൈകിയെന്നൊന്നും പറയാൻ കഴിയില്ല. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് അതിൻ്റെ ലോഞ്ചിങ് നടന്നത്, ഭൂമി ഏറ്റെടുക്കുന്നത്, കൈമാറ്റം നടന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഉണ്ടായിട്ടുള്ളത് തീരെ അപ്രധാനമായ ഒരു കോഴ്സ് സർവകലാശാല ആരംഭിക്കുകയും അതിൽ ലക്നൌവിൽ പോയി പരീക്ഷ എഴുതണം, അഡ്മിഷൻ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അപ്ലിക്കൻസിനെ പിന്മാറുകയും ചെയ്ത ഒരു ഇഷ്യൂ ആണ്. അതൊക്കെ മനസ്സിലാക്കി ആരെങ്കിലും അതിൻ്റെ പിന്നിലൊരു കളി നടത്തുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൃത്യമായി സ്റ്റേറ്റ് ഗവൺമെൻറ് സമ്മർദ്ദ ശക്തിയാകുകയും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഇതിൽ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്ത് കേരളത്തിൻ്റെ അഭിമാനമായ ഈ ക്യാമ്പസ് നഷ്ടപ്പെടാൻ പാടില്ല. അത് നഷ്ടപ്പെടാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യമില്ല. ആ സാഹചര്യം യൂത്ത് ലീഗും മുസ്ലിം ലീഗും അനുവദിക്കില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പേരിൽ പിൻവാങ്ങാനും മുസ്ലിം ലീഗോ യൂത്ത് ലീഗോ ഇക്കാര്യത്തിൽ തയ്യാറുമല്ല. സാദിഖലി, പ്രഖ്യാപിക്കപ്പെട്ട കോഴ്സുകൾ തുടങ്ങുന്നതിന് ഇപ്പോൾ തന്നെ MHRD അനുവദിച്ചിട്ടുള്ള 75 കോടി രൂപ മതിയാകുമെന്നാണ് വാർത്തകളുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ കോഴ്സുകൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് മുൻകൈ എടുക്കാൻ കഴിയാത്തത്? ഇപ്പോൾ 20 കോടി അനുവദിച്ചിട്ടുള്ളത് ഹരിയാനയിലേക്കും കേരളത്തിലെയും ഈ ക്യാമ്പസുകൾക്ക് വേണ്ടിയാണ്. ഹരിയാനയിലും ഒരു ക്യാമ്പസ് ഉണ്ട്. UGC അനുവദിക്കുമ്പോൾ MHRDയുടെ അനുവാദം വേണമെന്ന് പറഞ്ഞു. അതാണ് ഒരു തടസ്സം. ആ ഒരു തടസ്സം പരിഹരിച്ചാൽ ആരംഭിക്കാവുന്നതാണ്. അതിന് എവിടെയാണോ ആരൊക്കെയാണോ തടസ്സം നിൽക്കുന്നത് അത് പരിഹരിക്കണം. അതിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു താല്പര്യം വളരെ പ്രകടമാണ്. അതുകൊണ്ട് ഇത് സാർത്ഥകമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവസാനമായ അഭിലാഷ് വിജയനിലേക്ക് ഒരിക്കൽ കൂടി, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അഭിലാഷ് വിജയൻ, നിങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്? ഈ വർഷത്തെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ലക്നൌവിൽ പോകണം എന്നത് തന്നെയാണോ അന്തിമമായി അവർ പറഞ്ഞത്? ഇതിലേക്ക് വരുന്നതിന് മുമ്പായി മറ്റൊരു കാര്യം, EFL യൂണിവേഴ്സിറ്റിയുടെ ലക്നൗ ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. അവിടെ സ്വന്തമായി യൂണിവേഴ്സിറ്റിക്ക് ഒരു സെന്റ് സ്ഥലം പോലുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മലപ്പുറത്ത് സെലക്ഷൻ കിട്ടിയ കുട്ടികളോട് ലക്നൌവിലേക്ക് പോകാൻ പറയുന്നത്. അത് പറയുമ്പോൾ തന്നെ യൂണിവേഴ്സിറ്റിക്ക് അറിയാം അവരവിടെ പോകില്ല എന്നുള്ള കാര്യം, ഒന്നാമത്. രണ്ട്, മലപ്പുറത്ത് കോഴ്സ് നടത്തണം എന്ന് യൂണിവേഴ്സിറ്റിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കോഴ്സിൽ പഠിപ്പിക്കേണ്ട ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യണമായിരുന്നു. അതിലേക്ക് യാതൊരു നോട്ടിഫിക്കേഷനും ഇതുവരെ ഇറങ്ങിയിരുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു പ്ലാനാണ് ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഇത് നടത്താൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് സ്റ്റുഡൻസ് എന്ന നിലയ്ക്കും ഹൈദരാബാദിൽ നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് മനസ്സിലാകുന്നത് കാര്യം. അപ്പോ ഇത് എല്ലാം പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന പോലെ തന്നെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് അതനുസരിച്ച് അവർ ഒരു നാടകം കളിച്ചു യൂണിവേഴ്സിറ്റി. അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണോ അല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ഇത് മലപ്പുറത്ത് ഈ വർഷം കോഴ്സ് നടത്താൻ യൂണിവേഴ്സിറ്റിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി മനസ്സിലാകുന്നത്. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വൈസ് ചാൻസലർ ഒരു പ്രാവശ്യമെങ്കിലും ആ ക്യാമ്പസ് സന്ദർശിക്കേണ്ടിയിരുന്നു. അത് ചെയ്തിട്ടില്ല. സ്ഥലം കൈമാറിയ ആ ചടങ്ങിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം വിദ്യാഭ്യാസ മന്ത്രി പോലും അറിയുന്നത് ആ നിമിഷത്തിലാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യം, മലപ്പുറത്ത് ക്യാമ്പസ് തുടങ്ങുന്നതിനോട് യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ താല്പര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കേരളത്തിൽ നിന്നുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും വേണമെങ്കിൽ ഒരു സർവകക്ഷി യോഗം തന്നെ ഇതിനു വേണ്ടി നമ്മൾ വിളിച്ച് ഇത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നേടിയെടുക്കണം. അല്ലെങ്കിൽ ഒരു വലിയ നഷ്ടമായിരിക്കും. 1500 കുട്ടികൾ പഠിക്കുന്ന ഹൈദരാബാദിലെ മെയിൻ ക്യാമ്പസിൽ ഏകദേശം 250ഓളം മലയാളികളാണ് പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാഷാ പഠനത്തിലും സാഹിത്യ പഠനത്തിലും ഒരുപാട് താല്പര്യം കാണിക്കുന്നവരാണ് മലയാളികൾ. താല്പര്യം എന്ന് മാത്രമല്ല, അതിൽ വളരെ മികച്ചു നിൽക്കുന്നവരുമാണ്. അപ്പൊ കേരളത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പസ് വന്നു കഴിഞ്ഞാൽ
ഇതിന്റെ ഗുണം ഉണ്ടാകുന്നത് മലയാളികൾക്ക് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് അഭിലാഷ് മലയാളികളുടെ വിജയൻ, മാത്രം ഇഫ്ലു ആക്ഷൻ കൗൺസിൽ അംഗം, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ ക്യാമ്പസ് മലപ്പുറത്ത് കേരളത്തിന് വേണ്ടി നേടിയെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടതുപോലെ ശശികുമാർ ആണെങ്കിലും സാദിഖ് അലി ആണെങ്കിലും ഡോക്ടർ അബ്ദുൾ ജലീൽ ആണെങ്കിലും അവർ പ്രകടിപ്പിച്ചതുപോലെ തന്നെ ഈ ക്യാമ്പസ് കേരളത്തിന് നേടിയെടുക്കാൻ ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ഡോക്ടർ അബ്ദുൾ ജലീൽ, ശശികുമാർ, സാദിഖ് അലി ഈ ചർച്ചയിൽ പങ്കെടുത്ത